Hi friends, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഇന്ന് നമുക്ക് WP ഫോംസിനെ കുറിച്ച് പഠിക്കാം. എന്താണ് WP ഫോംസ്? WP ഫോംസ് എന്ന് വെച്ചാൽ വേർഡ്പ്രസ്സിലെ മോസ്റ്റ് പോപ്പുലർ കോണ്ടാക്ട് ഫോം പ്ലഗിനാണ് WP ഫോംസ്. ഇത് നമുക്ക് പ്രോ വെർഷനും അതുപോലെ തന്നെ ഫ്രീ വെർഷനും അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ വെർഷനാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതൊരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ സ്റ്റൈലിലുള്ള ഒരു പ്ലഗിനാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീൽഡുകൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് ഫീൽഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. എങ്ങനെ ഒരു WP ഫോംസ് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ അതിന് നമ്മൾ ഡാഷ്ബോർഡിൽ പോവുക. ഡാഷ്ബോർഡിൽ പ്ലഗിൻസ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ പ്ലഗിൻ സെക്ഷനിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യുക WP ഫോംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് WP ഫോംസ് 5+ മില്യൺ ആക്റ്റീവ് ഇൻസ്റ്റാളേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? നമുക്കിത് ഇൻസ്റ്റാൾ നോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ഇൻസ്റ്റാളേഷന് ശേഷം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അതുകൊണ്ട് ആക്ടിവേറ്റ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ WP ഫോംസ് പ്ലഗിൻ നമ്മുടെ വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ WP ഫോംസ് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് ആഡ് ന്യൂ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ആഡ് ന്യൂ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം നമുക്കിവിടെ ഒത്തിരി ഫോംസ് നമുക്കിവിടെ കാണാം. ക്രിയേറ്റ് ബ്ലാങ്ക് ഫോം, അതുപോലെ തന്നെ സിമ്പിൾ കോണ്ടാക്ട് ഫോം, ന്യൂസ് ലെറ്റർ സൈനപ്പ് ഫോം, അതുപോലെ തന്നെ സ്കൗട്ട് ക്യാമ്പ് രജിസ്ട്രേഷൻ ഫോം. സോ ഇത് എല്ലാം കണ്ട, ഇതൊക്കെ യൂസ് ടെംപ്ലേറ്റ്സ് ആണ്. നമുക്കിത് ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് തൊട്ട് താഴത്ത് പ്രോ വെർഷൻ ഉണ്ട്. പ്രോ വെർഷൻ നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് പ്രോ വെർഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ WP ഫോംസ് നമുക്ക് ഫ്രീ വെർഷനും അതുപോലെ തന്നെ പ്രോ വെർഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒരു ക്രിയേറ്റ് ബ്ലാങ്ക് ഫോം എങ്ങനെ ഒരു ഫ്രം സ്ക്രാച്ച് ഒരു ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ടെംപ്ലേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. സോ നമ്മൾ യൂസ് ടെംപ്ലേറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റ് ഫോം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? ഞാനത് ക്ലോസ് ചെയ്തു. സോ നമുക്കിവിടെ പഴയ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാം. നമുക്കൊരു പുതിയൊരു ഫോമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ബൾക്ക് ആക്ഷൻസിൽ പോവാം, ത്രാഷിൽ പോവാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ത്രാഷിൽ വരാം, എംപ്റ്റി ത്രാഷ് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, സോ അഗൈൻ ഞാൻ ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്രം സ്ക്രാച്ച് ഒരു ക്രിയേറ്റ് ബ്ലാങ്ക് ഫോമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ബ്ലാങ്ക് ഫോം സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ഇത് സ്റ്റാൻഡേർഡ് ഫീൽഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റേ ഫ്രീ വെർഷനിലാണ്. ഈ ഫാൻസി ഫീൽഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോ വെർഷനിലാണ്. ഓക്കെ, സോ WP ഫോംസ് എന്ന് വെച്ചാൽ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡറാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബേസിക് കോണ്ടാക്ട് ഫോം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. സോ ഞാൻ നെയിം ഫീൽഡ് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടു. ഓക്കെ, സോ ഞാനിവിടെ സെലക്ട് ചെയ്താൽ നമുക്കത് എഡിറ്റബിൾ വെർഷനിലേക്ക് പോകും. ഇവിടെ നമുക്ക് നെയിം ഉണ്ട്. ഞാനിവിടെ എഡിറ്റ് ചെയ്യുകയാണെന്ന് എനിക്ക് വേണ്ടത് യുവർ നെയിം എന്നാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത് യുവർ നെയിം. ഓക്കെ, സോ ഇത് ഫോർമാറ്റ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ആണ് ഫോർമാറ്റ്. നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. നമുക്കിവിടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം വേണമെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്കൊരു സിമ്പിൾ ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്കിവിടെ വേണ്ടത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ആണ്. ഓക്കെ, സോ അഗൈൻ ഞാൻ അഡ്വാൻസിലോട്ട് വന്നു. അതുപോലെ തന്നെ റിക്വയർഡ്, ഇത് റിക്വയർഡ് എന്ന് സൂചിപ്പിക്കുന്നത് മാൻഡേറ്ററി ആണ്. കാരണം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നെയിം നമ്മൾ ടൈപ്പ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്കുള്ള റിക്വയർഡ് ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി അഡ്വാൻസിലോട്ട് വന്നു. ഇവിടെ എനിക്ക് വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ ഞാനത് ലാർജായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി എനിക്കിവിടെ എന്ത് വേണം? പ്ലേസ് ഹോൾഡർ വേണം. നമുക്ക് പ്ലേസ് ഹോൾഡർ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ എനിക്ക് ഫസ്റ്റ് നെയിമിൻ്റെ പ്ലേസ് ഹോൾഡർ കൊടുത്തു. കാരണം നമുക്ക് പെട്ടെന്ന് അറിയണം അതൊരു ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യാനുള്ള ഒരു കോളമാണെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നെയിം കൊടുക്കാം.
ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നെയിമിലും കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് നെയിമിൽ നമുക്ക് കൊടുത്തു. ഇവിടെ ഫസ്റ്റ് ലാസ്റ്റ് ഉണ്ട് നമുക്കിവിടെ ഹൈഡ് ലേബൽസ്, നമ്മൾ ഹൈഡ് സബ് ലേബൽസ് കൊടുത്താൽ നമുക്കത് ഹൈഡ് ആവും. അതുപോലെ തന്നെ മെയിൻ ലേബൽ നമുക്ക് വേണ്ടെങ്കിൽ നമുക്കിവിടെ മെയിൻ ലേബൽ നമ്മൾ കൊടുക്കാം. സോ എനിക്കിഷ്ടം എനിക്ക് മെയിൻ ലേബൽ വേണം, ഞാനത് വീണ്ടും ടേൺ ഓൺ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ വീണ്ടും ആഡ് ഫീൽഡിലോട്ട് വന്നു. എനിക്ക് നെക്സ്റ്റ് വേണ്ടത് എൻ്റെ ഇമെയിലാണ്. ഞാൻ ഇമെയിൽ സെലക്ട് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ ഓക്കെ അഗൈൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അഡ്വാൻസിൽ വന്നിട്ട് എനിക്കിത് എനിക്കൊരു ലാർജ് വെർഷൻ വേണം. അപ്പോൾ ലാർജ് എനിക്കിത് ത്രൂ ഔട്ട് വേണം. ഓക്കെ, ഇനി അഗൈൻ വീണ്ടും ഞാൻ ഫീൽഡിലോട്ട് വന്നു. നെക്സ്റ്റ് എനിക്ക് വേണം, നെക്സ്റ്റ് എനിക്കൊരു മെസ്സേജ് ബോക്സ് വേണം. നമുക്കിവിടെ ഫോൺ ഓപ്ഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫോൺ ഓപ്ഷൻ എന്ന് വരുന്നത് പ്രോ വെർഷനിലാണ്. ഓക്കെ, സോ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ WPForms നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അത് നല്ല ലാഭമായിരിക്കും. കാരണം ഇതിൽ എല്ലാ ഫീച്ചേഴ്സും നമുക്കൊരു അടിപൊളി ഒരു കോൺടാക്ട് ഫോം നമുക്ക് ഈ WPForms യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഞാനിവിടെ ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടു. ഞാനിവിടെ സെലക്ട് ചെയ്തു. നമുക്കിവിടെ കൊടുക്കാം പാരഗ്രാഫ് ടെക്സ്റ്റിൻ്റെ ഹെഡിങ് കൊടുക്കാം, മെസ്സേജ് എന്ന് കൊടുക്കാം, മെസ്സേജ്. ഓക്കെ, ഇനി നമുക്ക് അഡ്വാൻസിൽ വന്നിട്ട് വീണ്ടും ഞാനിത് ഇവിടെ ലാർജ് ആക്കി, അല്ലെങ്കിൽ എനിക്കിത് മീഡിയം മതി. ഓക്കെ, ഞാൻ മീഡിയം കൊടുത്തു. അപ്പോൾ നമുക്ക് ഡീഫോൾട്ട് വാല്യൂ എത്ര ക്യാരക്ടേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഞാൻ ആഡ് ഫീൽഡിലോട്ട് വന്നു. സോ നെക്സ്റ്റ് ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, കാരണം ഇതൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എന്ന ഒരു സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. എനിക്കിവിടെ വേണ്ടത് വിച്ച് ടൈപ്പ് ഓഫ് ഹൗസസ് ആർ യു ലുക്കിംഗ് ഫോർ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഹൗസ് എന്ന് കൊടുക്കാം. നമുക്ക് ടൈപ്പ് ഓഫ് ഹൗസ്. ഓക്കെ, സോ ടൈപ്പ് ഓഫ് ഹൗസിൽ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്ന അപ്പാർട്ട്മെൻ്റ് ആണ്, അപ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എനിക്ക് വേണ്ടത് വില്ലയാണ്, വില്ല. അപ്പോൾ ലാസ്റ്റ് എനിക്ക് വേണ്ടത് സ്റ്റുഡിയോ ഫ്ലാറ്റാണ്, ഞാൻ സ്റ്റുഡിയോ ഫ്ലാറ്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ, ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഫീൽഡ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി യൂസ് ഇമേജ് ചോയ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയും വില്ലൈസിൻ്റെയും അതുപോലെ തന്നെ സ്റ്റുഡിയോ ഫ്ലാറ്റിലൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാനത് ടേൺ ഓഫ് ചെയ്യുന്നു, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ അഗൈൻ നമുക്കിവിടെ അഡ്വാൻസിൽ വരാം. എനിക്കിത് ഇങ്ങനെ താഴോട്ട് വേണ്ട, എനിക്കിത് ജസ്റ്റ് ഇൻലൈൻ ആയിട്ട് മതി. അപ്പോൾ ഞാനിത് ഇവിടെ ഇൻലൈൻ സെലക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ആഡ് ഫീൽഡിൽ വന്ന് എനിക്ക് നമ്പർ ഓഫ് റൂംസ് വേണം. അപ്പോൾ ഞാനൊരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് ഞാനിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടു. ഓക്കെ, ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ പേര് കൊടുത്ത് നമ്പർ ഓഫ് റൂംസ്, കാരണം ഹൗസിന് എത്ര നമ്പർ ഓഫ് റൂംസ് നമുക്ക് വേണം. അപ്പോൾ നമ്പർ ഓഫ് റൂംസ്. ഓക്കെ, സോ ഫസ്റ്റ് ചോയ്സ് എനിക്ക് വേണ്ടത് 2 റൂംസ് ആണ്, 2 റൂംസ്. അതുപോലെ എനിക്ക് 3 റൂംസ്. ഓക്കെ, നെക്സ്റ്റ് 4 റൂംസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാം. ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇത് റിക്വയർഡ് ആണ്, ഞാനത് റിക്വയർഡ് കൊടുത്തു. അതുപോലെ തന്നെ എനിക്ക് ഇതും റിക്വയർഡ് ആണ്. അപ്പോൾ ഇത് ഞാൻ റിക്വയർഡ് ബട്ടൺ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ അഗെയിൻ ഞാൻ ഇവിടെ സേവ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് ഹൗസ്, ടൈപ്പ് ഓഫ് ഹൗസ് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് റൂംസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വീണ്ടും നമുക്ക് എന്ത് വേണം? എനിക്കിത് ഇൻലൈൻ മതി. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, ഇൻലൈൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു അലൈൻമെൻറ്റിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഇത് സേവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് വേണം? നെക്സ്റ്റ് നമുക്ക് സെറ്റിങ്സിലോട്ട് പോവാം. സെറ്റിങ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഫോമിൻ്റെ പേര് കൊടുക്കാം. ഞാനിതൊരു കോട്ട് ഫോം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോം എന്ന് കൊടുക്കാം. റിക്വസ്റ്റ് ഫോം വേണ്ട, എനിക്ക് ബെറ്റർ കോട്ട് ഫോമാണ്, QUOTE, കോട്ട് ഫോം. ഓക്കെ, ഇനി നമ്മുടെ സബ്മിറ്റ് ബട്ടൺ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കാം, സെൻഡ് എന്ന് കൊടുക്കാം. അത് നിങ്ങളുടെ ഡിസൈനിൽ എന്താണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ വീണ്ടും ഇത് സേവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് സ്പാം പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി സെറ്റ് ചെയ്യാം. ഞാനിവിടെ എപ്പോഴും നമ്മൾ എനേബിൾ ആൻറ്റി സ്പാം പ്രൊട്ടക്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ഞാൻ റീക്യാപ്ചർ എങ്ങനെ ഈ നമ്മുടെ WPFormsൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ വീണ്ടും സേവ് ചെയ്ത് കൊടുത്തു.
നെക്സ്റ്റ് ഞാൻ നോട്ടിഫിക്കേഷൻസിൽ വരും. നോട്ടിഫിക്കേഷൻസിൽ വന്ന് നമുക്ക് ഇവിടെ സെൻഡ് ടു ഇമെയിൽ അഡ്രസ്, ആരുടെ ഇമെയിലിലേക്കാണ് ഇത് വരേണ്ടതെന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിലാണ് കൊടുത്തിരുന്നത്, കാരണം ഇത് എനിക്കാണ് വരേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇമെയിൽ അല്ലെങ്കിൽ എൻ്റെ വേർഡ്പ്രസ് ഡാഷ്ബോർഡിൻ്റെ അഡ്മിൻ ഇമെയിലാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ rajnilak74@gmail.com എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് സബ്ജക്റ്റ് ലൈൻ. ഞാനിത് നമ്മുടെ കമ്പനിയുടെ പേര് എന്താണ്? നമ്മുടെ കമ്പനിയുടെ പേര് ടൈംലെസ് ഇൻറ്റീരിയർ ആണ്. ഇൻറ്റീരിയർ. ഓക്കെ, ഫ്രം നെയിം ഞാൻ ഇവിടെ എൻ്റെ പേര് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കത് സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അഗെയിൻ നമ്മൾ ഡാഷ്ബോർഡിൽ പോകുന്നു. ഡാഷ്ബോർഡിൽ വന്നിട്ട് എന്ത് വേണം? നമ്മളുടെ ഫോം WP ഫോം സെലക്ട് ചെയ്യാം. അതിൽ ഓൾ ഫോംസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് ഫോം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ പേജിലോട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഡാഷ്ബോർഡിൽ വന്നു, പേജസ്, ഓൾ പേജസ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിൽ നമുക്ക് കോൺടാക്റ്റസ് ഫോമിലാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ എഡിറ്റ് വിത്ത് എലമെൻ്റർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാനിത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വേണം നമ്മുടെ WP ഫോംസിൽ വരാം. ഇനി നമുക്ക് ഈ ഷോർട്ട് കോഡ് ഉണ്ട്, നമ്മുടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫോമിൻ്റെ ഷോർട്ട് കോഡ് സെലക്ട് ചെയ്യാം, കോപ്പി ചെയ്ത് കൊടുക്കാം. അഗെയിൻ നമ്മുടെ പേജിലോട്ട് വരാം. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം ഷോർട്ട് കോഡ് സെലക്ട് ചെയ്യുക, അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കോപ്പി ചെയ്ത ഷോർട്ട് കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, Ctrl+V പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്കെന്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ സൈറ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കോൺടാക്റ്റ് ഫോമിൽ അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോം ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിന് ഞാൻ ഫസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ സപ്പോസ് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി കൊടുത്തത് ജോൺ എന്ന് കൊടുത്തു. ഞാനിവിടെ ലാസ്റ്റിന് വേണ്ട ഞാനൊരു പേര് കൊടുക്കാം. ഇവിടെ മോഹൻ എന്ന് കൊടുക്കാം, മോഹൻ തോമസ് എന്ന് കൊടുക്കാം, മോഹൻ തോമസ്. ഓക്കെ, സോ ഇമെയിൽ ID mohan@gmail.com എന്ന് കൊടുത്തു. ഓക്കെ, മെസ്സേജ് റിക്വസ്റ്റ് ഫോർ എ കോട്ട് എന്ന് കൊടുക്കാം. റിക്വസ്റ്റ് ഫോർ എ കോട്ട്, QUOTE കോട്ട്. ഓക്കെ, സോ ടൈപ്പ് ഓഫ് ഹൗസ് എനിക്ക് വില്ല വേണം. ഞാൻ വില്ല സെലക്ട് ചെയ്തു. നമ്പർ ഓഫ് റൂംസ് എനിക്കത് 4 റൂംസ് വേണം. ഓക്കെ, ദെൻ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൽ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, താങ്ക്സ് ഫോർ കോൺടാക്റ്റിംഗ് അസ്, വി വിൽ ബി ഇൻ ടച്ച് വിത്ത് യു ഷോർട്ട്ലി. ഓക്കെ, സോ നെക്സ്റ്റ് എന്ത് വേണം? നെക്സ്റ്റ് നമുക്ക് എൻ്റെ ഇമെയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്കൊന്ന്, കാരണം നമ്മുടെ ഈ കൊടുത്ത ഇമെയിൽ അതിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമെയിലൂടെ വന്നിട്ടുണ്ട് രാജേഷ് VN, ടൈംലെസ് ഇൻറ്റീരിയറിൻ്റെ വന്നിട്ടുണ്ട്. നെയിം മോഹൻ തോമസ്, mohan@gmail.com, മെസ്സേജ് റിക്വസ്റ്റ് ഫോർ എ കോട്ട്, ടൈപ്പ് ഓഫ് ഹൗസ് വില്ല, നമ്പർ ഓഫ് റൂംസ് 4 റൂംസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ WP ഫോംസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ബേസിക് കോൺടാക്റ്റ് ഫോം ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, ബൈ.